ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന 90% ആൾക്കാരും നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതിന് കാരണം ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ല, ആദ്യത്തെ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ മാർക്കറ്റിന്റെ യഥാർത്ഥ അവസ്ഥ ആരും പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. മാർക്കറ്റിൽ മിക്ക ആൾക്കാരും നഷ്ടമുണ്ടാക്കാനുള്ള 3 മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായി നോക്കാം. നമ്പർ 1, ട്രേഡ് ചെയ്യാൻ സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ മറ്റൊരു സോഴ്സിലെ ടിപ്പിനെ ആശ്രയിച്ച് ട്രേഡ് ചെയ്യുന്ന പരിപാടി. ഇത് ഒരിക്കലും ഒരാളെ ട്രേഡർ ആക്കുന്നില്ല. സ്റ്റോക്ക് ടിപ്സ് നൽകുന്നതിൽ 90% ആൾക്കാരും സ്കാമാണ്. ബാക്കിയുള്ള 10% ആൾക്കാരിൽ 100% ആക്യുറസി എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ ജസ്റ്റ് ഒരു സ്റ്റോക്കിന്റെ പേര് കിട്ടിയ ഉടനെ അതിൽ ചെന്ന് ലക്ഷങ്ങൾ നിക്ഷേപിച്ചാൽ ഉറപ്പായും നഷ്ടമുണ്ടാവും. റിസ്ക് മാനേജ്മെന്റ് എന്താണെന്ന് കൂടി അറിയാതെയാണ് പല ആൾക്കാരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത്. ട്രേഡിംഗ് കാശ് കൊണ്ടുള്ള കളിയാണ്. ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതിലായിരിക്കണം ഏറ്റവും കൂടുതൽ ഫോക്കസ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്തുകൊണ്ടും ഒരു റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ്. ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചെറിയ റിസ്ക് എടുക്കണം, വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വലിയ റിസ്ക് എടുക്കണം. ഒട്ടും റിസ്ക് ഇല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത്. അപ്പോൾ നമ്മുടെ കാശിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, അതേസമയം മാർക്കറ്റിൽ നിന്നും ഡീസെന്റ് ആയ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയും വേണം. ഈ ബാലൻസിനെയാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. റിസ്ക് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവും. പെട്ടെന്ന് എളുപ്പത്തിൽ വലിയൊരു ലാഭം ഉണ്ടാക്കണം. അതിനായി ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിനെയാണ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഗാംബ്ലിംഗ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ചെറിയൊരു കാശ് വെച്ച് വലിയൊരു ലാഭം കൊയ്യാൻ ശ്രമിക്കും. എന്തിനാണ്? ടു ഗെറ്റ് റിച്ച് ക്വിക്ക്. ഇവിടെ ലാഭവും നഷ്ടവും ഉണ്ടായിരിക്കും. ഉണ്ടാവുന്ന നഷ്ടത്തെക്കാൾ ലാഭം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം. ഇവിടെ ഗെറ്റ് റിച്ച് സ്ലോ ആണ്. പക്ഷെ 90% ആൾക്കാരും അറിഞ്ഞോ അറിയാതെയോ ട്രേഡിങ്ങിനെ ഗാംബ്ലിംഗ് ആയി മാറ്റുന്നു. ഗാംബ്ലിംഗിൽ 99% ആൾക്കാരും നഷ്ടമുണ്ടാക്കും. അപ്പോൾ നഷ്ടമുണ്ടാക്കുന്ന 90% ആൾക്കാരിൽ നമ്മളും ഒരാളാവാതിരിക്കാൻ 2 ടിപ്പ് പറഞ്ഞു തരാം. നമ്പർ 1, ട്രേഡ് ഓൺലി വാട്ട് യു അണ്ടർസ്റ്റാൻഡ്. പല ആളുകളും പലതരം ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവാത്ത ഒരു കോൺസെപ്റ്റോ സ്ട്രാറ്റജിയോ ഒരിക്കലും ശ്രമിക്കരുത്. ഓർക്കണം, കാശ് വെച്ചുള്ള കളിയാണ്. മനസ്സിലാവാത്ത ഒരു കാര്യം ചെയ്യുന്നത് ഗാംബ്ലിങ്ങിന് തുല്യമാണ്. സ്വന്തം കാശ് വെച്ച് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ഇമാജിനറി ട്രേഡ്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്തൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം വളരെ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യണം. മിനിമം ഒരു 6 മാസം കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടായാൽ മാത്രം അതിനേക്കാളും വലിയ ക്യാപിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, ഓൺലി ഡിസിപ്ലിൻ. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.